ഉദാരവൽക്കരണത്തോടെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ സങ്കരവിത്തുകളുടെ സ്വാധീനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പരുത്തിയിലും പച്ചക്കറിയിലുമാണ് ഏറ്റവും കൂടുതൽ സങ്കരവിത്തുകൾ ഉപയോഗിക്കുന്നത്. മെച്ചപ്പെട്ട വിളവും വിളവെടുപ്പിന് വേണ്ടിവരുന്ന കുറഞ്ഞ സമയവും ഗുണമേന്മയും ഈ വിത്തുകൾ കർഷകർക്ക് പ്രിയങ്കരമാക്കി. ഇന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പച്ചക്കറികളായ തക്കാളി, മുളക്, വഴുതന, തണ്ണിമത്തൻ, വെണ്ട, കാബേജ്, കോളിഫ്ലവർ, സവാള എന്നീ വിളകളിലെല്ലാം സങ്കരവിത്തിന്റെ ആധിക്യം പ്രകടമാണ്. വലുപ്പത്തിന്റെയും ക്രയവിക്രയത്തിന്റെയും കാര്യത്തിൽ ലോകത്തിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ വിത്ത് വിപണി. ലോക വിത്ത് വിപണിയുടെ വാർഷിക വളർച്ച 5% താഴെ മാത്രമായിരിക്കുമ്പോൾ ഇന്ത്യൻ വിത്ത് വിപണി 12% വളർച്ചയോടെ കുതിക്കുകയാണ്. സങ്കരവിത്തുകളിൽ നിന്നുള്ള മികച്ച വിളവ് ഉറപ്പാക്കാൻ സമീകൃതമായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. വർദ്ധിച്ച വില കൊടുത്ത് സങ്കരവിത്തുകൾ വാങ്ങുമ്പോൾ അവയുടെ മൂല്യം ഉറപ്പാക്കാനായി ഫലവത്തായ നയങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. സാധാരണ ഇനങ്ങളെക്കാൾ സങ്കര ഇനങ്ങൾ വളപ്രയോഗത്തോട് കൂടുതൽ നന്നായി പ്രതികരിക്കുകയും മെച്ചപ്പെട്ട വിളവ് നൽകുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല പച്ചക്കറി വിളകളിൽ സങ്കരവിത്തുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് കൃഷി ചെയ്തിരുന്ന നമ്മുടെ മുതുമുത്തച്ഛന്മാർ പണ്ടേ പറഞ്ഞു വെച്ചിരുന്ന ഒരു ചൊല്ലാണ് വിത്ത് ഗുണം 10 ഗുണം. എന്നാൽ ഇന്ന് കൃത്യത കൃഷിയും സംരക്ഷിത കൃഷിയും ഇവയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാഭത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ കർഷകരുടെ മുന്നിൽ ഒരു വലിയ വിപണിയാണ് തുറന്നിരിക്കുന്നത്. സങ്കര ഇനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി, അതിൻ്റെ വിത്തുകളുടെ വിപണി. ഇന്ന് ലാഭത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന, കൃഷി ഏറ്റവും മികച്ച ഒരു വരുമാന മാർഗമായി കാണുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് മുന്നിൽ ഇന്ന് കേരളത്തിലെ മിടുക്കരായ യുവകർഷകർക്ക് മുൻപിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലെ പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ കെ പ്രദീപ് കുമാറാണ്. നമുക്ക് അദ്ദേഹത്തിനോട് സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ തന്നെ കൃഷിയിൽ സങ്കരവർഗ്ഗങ്ങളുടെ ഉപയോഗം, സങ്കരവർഗ്ഗം വിത്തുകളുടെ ഉപയോഗം പ്രത്യേകിച്ചും പച്ചക്കറികളിൽ എത്ര അളവ് വരെ എന്നതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? സങ്കര ഇനങ്ങളുടെ ഉപയോഗം ഇപ്പോൾ പച്ചക്കറിയിൽ കൂടിക്കൂടി വരികയാണ്. മറ്റ് വിളകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം വിളകളിൽ ഏതാണ്ട് 85% സാധാരണ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഹൈബ്രിഡ് വിത്തുകളുടെ ഉപയോഗം പച്ചക്കറിയിൽ മാത്രമായി കൂടി വരികയാണ്. പരുത്തിയിലും പച്ചക്കറിയിലുമാണ് ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ചില ഇനം പച്ചക്കറികളിലെ ഹൈബ്രിഡുകൾ മാത്രമായി കൃഷി ചെയ്യുന്ന ഒരു രീതിയും ഇപ്പോഴുണ്ട്. സർ, എനിക്ക് അങ്ങോട്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ വിത്തിനങ്ങളുടെ ഉൽപ്പാദനത്തിൽ നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് വിത്തുൽപാദന രംഗത്ത് നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ, ഇത്തരം സ്ഥാപനങ്ങളുടെ പങ്ക് എത്രത്തോളം വിത്തുൽപാദനത്തിൽ എത്രത്തോളം എന്ന് പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ കർഷകർ തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന വിത്തുകൾ തന്നെയാണ് ഇന്ത്യയിലെ കർഷകർ ഇപ്പോഴും ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത്. സങ്കര വിപണി യഥാർത്ഥത്തിൽ പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലാണ്. അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ നാമമാത്രമാണെന്ന് പറയാം. ഇപ്പം നാഷണൽ സീഡ് കോർപ്പറേഷനും അതുപോലെ തന്നെയുള്ള മറ്റുള്ള കാർഷിക സർവകലാശാലയായാലും മറ്റ് പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ സാധാരണ ഇനങ്ങളുടെ വിത്തുൽപാദനത്തിലാണ് ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവർ ഏതാണ്ട് 2%-നും 5%-നും ഇടയിലുള്ള മാർക്കറ്റ് വിപണി മാത്രമേ ഈ പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സങ്കരവിത്തിൻ്റെ കാര്യത്തിലുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് അളവ് മാത്രമാണ് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്തത്തിൽ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്ന് പറയേണ്ടി വരുമോ? അതെ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതേസമയം അതിൽ ഗവേഷണം കൂടുതൽ നടക്കുന്നുണ്ട്. ഇവയുടെ പാരൻ്റൽ ലൈൻസ് എന്ന് പറയും, മാതൃചെടികളും പിതൃചെടികളുമായിട്ടുള്ള അത്തരം ലൈൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിലും
അവ പിന്നീട് പലപ്പോഴും പ്രൈവറ്റ് കമ്പനികൾക്ക് രജിസ്ട്രേഷൻ വ്യവസ്ഥയിൽ കൊടുക്കുകയും അവർ കൂടുതലായിട്ട് വിത്തുകൾ ഉണ്ടാക്കി വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ തുടർന്നു വരുന്നൊരു നയമാണ്. പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ അവർക്കുള്ള മാതൃചെടികൾ ഉണ്ടാക്കി കൊടുക്കുക, പിന്നീട് അവയുപയോഗിച്ച് വാണിജ്യപരമായിട്ടുള്ള വിത്തുൽപാദനം പ്രൈവറ്റ് കമ്പനികൾ നടത്തുക. ഈ ഒരു മാതൃകയാണ് ഇപ്പോൾ കൂടുതലായിട്ട് പിന്തുടരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രത്യേകിച്ചും പച്ചക്കറി വിളകളിൽ എത്രത്തോളം ഏതെല്ലാം വിളകളിലാണ് ധാരാളം പച്ചക്കറി വിളകൾ നമ്മൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള പച്ചക്കറി വിളകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അവിടെ ഏതെല്ലാം വിളകളിലാണ് നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ വിളകളുടെ ഉൽപാദനക്ഷമതയിൽ വളരെ പ്രത്യേകമായി നമുക്ക് പ്രസക്തമായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള സങ്കര ഇനം വിത്തിനങ്ങൾ ഇന്ന് ഉപയോഗിക്കപ്പെട്ടു വരുന്നത്? തക്കാളിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു വിള. ഉദാഹരണത്തിന് ഇപ്പം ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് കമ്പനി 75-76 കാലഘട്ടത്തിൽ തന്നെ ഹൈബ്രിഡ് വിത്തുകൾ ബാംഗ്ലൂരിൽ ഇറക്കിയപ്പോൾ ബാംഗ്ലൂരിലെ MG റോഡിൽ ട്രാഫിക് ബ്ലോക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ആ വിത്തിൻ്റെ പോപ്പുലാരിറ്റി കാരണം കർഷകർ അത് വാങ്ങാനായിട്ടുള്ള തിക്കും തിരക്കും കൊണ്ട് അവിടെ അത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ സങ്കര വിത്തുകൾ കൂടുതലായിട്ട് വെണ്ടയിലും കാബേജ്, കോളിഫ്ലവർ ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ സങ്കര വിത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വെള്ളരി വർഗ്ഗങ്ങളിൽ ഇവയുടെ ഉപയോഗം കുറച്ച് കുറവാണ്. തണ്ണിമത്തനിലും പാവക്കയിലുമാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് സങ്കര വിത്തുകൾ വെള്ളരി വർഗ്ഗങ്ങളിൽ കാണുന്നത്. അതേസമയം ചീര അതുപോലെ തന്നെ പയറുകളിലൊന്നും തന്നെ വാണിജ്യപരമായിട്ടുള്ള ഒരു സങ്കര വിത്തുൽപാദനം സാധ്യമല്ലാത്തത് കൊണ്ട് അവയുടെ ഉപയോഗം താരതമ്യേന കുറവാണ്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത്തരം സങ്കരവർഗ വിത്തുകളുടെ ഉൽപാദനം ഏത് സ്ഥാപനമാണ് ആദ്യമായിട്ട്? ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചുരക്കയിൽ പൂസ മേഘദൂത് എന്ന് പറയുന്ന ആ ഒരു ഹൈബ്രിഡാണ് ആദ്യമായിട്ട് പൊതുമേഖലാ ഗവേഷണ സ്ഥാപനം തന്നെയാണ് പുറത്തിറക്കിയത്. അതിനുശേഷമാണ് പിന്നെ പ്രൈവറ്റ് സീഡ് കമ്പനിയായിട്ടുള്ള ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് കമ്പനി 70കളുടെ അവസാനത്തിൽ കൂടുതൽ സങ്കര ഇനം വിത്തുകൾ തക്കാളിയിലും മുളകിലും ഉൽപ്പാദിപ്പിച്ചിട്ട് മുന്നോട്ട് വന്നത്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തരത്തിൽ മാതൃ ചെടികൾ ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത് പിന്നീട് പ്രൈവറ്റ് കമ്പനികൾ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഗുണമേന്മ നമുക്ക് ഏത് തരത്തിൽ ഉറപ്പാക്കാൻ കഴിയും? അതിന് ഉള്ള കർശനമായ വ്യവസ്ഥ നമ്മുടെ വിത്ത് നിയമത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയ വിത്ത് നിയമം ഇപ്പോഴും പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. നിലവിലുള്ള വിത്ത് നിയമത്തിൽ നമ്മൾ പറയുന്നുണ്ട് 60% അങ്കുരണശേഷി, ബീജാങ്കുരണശേഷി ഉറപ്പാക്കിയാൽ മാത്രമേ വിത്തുകൾ വിൽക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹൈബ്രിഡ് വിത്തുകളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള വിപണി ഒരു തുറന്ന വിപണിയാണ്. ആർക്കും ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് കർഷകർക്ക് മാർക്കറ്റിലേക്ക് ഏത് വിത്തും ഇറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഒരു കാര്യമുള്ളത്, ഈ ഹൈബ്രിഡ് വിത്തിനങ്ങളുടെ വില ഉൽപ്പാദനശേഷി വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ വിലയും വളരെ കൂടുതലാണ്. ഒരു വിത്തിന് തന്നെ 5 രൂപ 7 രൂപയൊക്കെ വിലയ്ക്ക് കർഷകർ അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ വില കുറച്ച് കർഷകർക്ക് ഇതേ ഗുണമേന്മയോടുകൂടി കിട്ടത്തക്ക തരത്തിൽ എന്ത് സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് അങ്ങയുടെ അഭിപ്രായം? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ചില വിളകളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ സംരക്ഷിത കൃഷിയിലെ കക്കിരി, അതിന് ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നും കുത്തക ആയിട്ടുള്ള കമ്പനികളുടെ വിത്തുകൾ കേരളത്തിൽ ഒരു വിത്തിന് 5 രൂപ മുതൽ 7 രൂപ വരെ ഈടാക്കിയിട്ടായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അതേസമയം കേരള കാർഷിക സർവകലാശാല ഈയിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കക്കിരിയിൽ ഈ പോളിഹൗസിന് യോജിച്ച KPCH1 എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡിൻ്റെ വിത്ത് കർഷകർക്ക് ലഭ്യമാക്കി തുടങ്ങിയപ്പോൾ അതിൻ്റെ വിപണി വില കുറഞ്ഞു വന്നു. അപ്പോൾ പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ വളരെ സജീവമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഫോഴ്സിൻ്റേതായിട്ടുള്ള ഒരു പ്രക്രിയ കൊണ്ട് വില താഴും. പക്ഷേ അത് പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ ഇടപെട്ടാൽ മാത്രമേ ഇത് താഴുള്ളൂ. അല്ലാതെങ്കിൽ ചില വിളകളിൽ ഇപ്പോഴും സ്വകാര്യ കമ്പനികളുടെ കുത്തകയായിട്ട് തന്നെ പോവുകയാണ്. നമുക്ക് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കർഷകൻ വിളിക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ കുറ്റിച്ചൽ നിന്നാണ്, കുറ്റിച്ചൽ ലൂർദ് മാതാ കോളേജിൽ നിന്നാണ്. ദിലീപ് എന്നാണ് എന്റെ പേര്. ഞങ്ങള് ദിലീപ് ലൂർദ് മാതാ കോളേജിൽ നിന്ന് ദിലീപാണ് വിളിക്കുന്നത്. ദിലീപ് ചോദിച്ചോളൂ. പറയൂ ദിലീപ്.
സാർ, ഞങ്ങള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷന്റെ ഭാഗമായിട്ട് ഒരു 3.5 ഏക്കറിൽ ഇവിടുത്തെ കൃഷി ഓഫീസറുടെ സഹായത്തോടു കൂടി നല്ല ജൈവ കൃഷി ശാസ്ത്രീയമായിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. പറഞ്ഞോളൂ. സാർ, നമ്മള് നന്നായിട്ട് ഒരു 3.5 ഏക്കർ സ്ഥലത്ത്, കോളേജിന്റെ 3.5 ഏക്കർ സ്ഥലത്ത് ഒരു ജൈവ കൃഷി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തീരുമാനത്തിൽ കോളേജിന്റെ അധികാരികളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസറും സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന നല്ല ഇനം വിത്തുകളെ കുറിച്ച് ഇപ്പൊ ഇന്നൊരു പ്രോഗ്രാം കണ്ടു. അപ്പൊ ആ വിത്തുകൾ എവിടെ നിന്നൊക്കെ, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അടുത്തുനിന്ന് എവിടെ നിന്നൊക്കെ കിട്ടും, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിന്റെ സങ്കരയിനം വിത്തുകൾ കിട്ടുന്നതിന് പുറമെ നമുക്ക് അതിന്റെ ഒരു കൃഷി രീതികളും കൂടെ സമയമുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. വിത്ത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ വെള്ളായണി കാർഷിക കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയുടെ വിത്തുകൾ, ഇൻസ്ട്രക്ഷണൽ ഫാമുണ്ട്, അവിടുത്തെ വിത്ത് ചില വിത്തുകളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കും. ഈ സങ്കരയിനം വിത്തുകൾ പ്രത്യേകിച്ച് കക്കിരിയിലാണ് ഇന്ന് വെള്ളാനിക്കര ഉള്ള പച്ചക്കറി വിഭാഗത്തിൽ നിന്നാണ് സങ്കരയിനം കക്കിരിയുടെ വിത്തുകൾ ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സങ്കരയിനത്തിലെ വഴുതനങ്ങയുണ്ട്, നീലിമ എന്നുള്ള പേരിൽ. അത് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അല്ലാതെ നല്ല ഇനം ഉൽപ്പാദനശേഷിയുള്ള വിത്തുകൾ VFPCKയുടെ വിപണി വഴിയും അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിത്ത് വിപണികൾ വഴിയും ലഭിക്കും. അതപ്പോൾ അതിന് ആ ഓരോ സ്ഥലത്തും ഓരോ പഞ്ചായത്തിലും കൃഷിഭവനുണ്ട്. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലം എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുക എന്നുള്ള വിശദവിവരം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിപ്പോ സാർ NSCയുടെ വിത്തൊക്കെ നമ്മളെ കാലാവസ്ഥയ്ക്ക് നല്ല വിത്താണ്, പക്ഷെ അത് അത്രത്തോളം അനുയോജ്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ BFCKയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലും വരുന്ന പാലക്കാട് ആലത്തൂരിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന വിത്താണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിപ്പോ തിരുവനന്തപുരം ജില്ലയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്ത് തന്നെ, അതും സങ്കര ഇനം വിത്ത്, ഇവിടത്തേക്ക് പറ്റിയ വിത്ത് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇതിലിപ്പം ഈ കാലാവസ്ഥ, ഇപ്പം മഴക്കാലത്താണ് നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മഴക്കാലത്ത് പച്ചമുളകും അതുപോലെ തന്നെ വഴുതന, ഇതൊക്കെ നമുക്ക് പയർ, ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാം. അപ്പോൾ ഇതിൽ സങ്കര ഇനം എന്ന് പറയാനായിട്ട് നീലിമ എന്ന വഴുതന ഇനം മാത്രമേ സങ്കര ഇനമായിട്ടുള്ളൂ. മറ്റേതൊക്കെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സാധാരണ ഇനങ്ങളുടെ വിത്തുകൾ, അത് നിങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് ലഭിക്കും. അത് സങ്കര ഇനമല്ല, കാരണം സങ്കര ഇനങ്ങൾ അത്തരം വിളകളിൽ ഇനിയും വികസിപ്പിച്ചിട്ടില്ല കേരള കാർഷിക സർവകലാശാല. അതേസമയം പ്രൈവറ്റ് കമ്പനികളുടെ വിത്തുകൾ ഇതിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അത് എത്രമാത്രം തിരുവനന്തപുരത്തിന് അനുയോജ്യമാണ് എന്നുള്ളത് നമ്മൾ ഇനിയും ശുപാർശ ചെയ്തിട്ടില്ല. വിളിച്ചതിന് നന്ദി ശ്രീ ദിലീപ്. നമുക്ക് വീണ്ടും ഈ ചർച്ചയിലേക്ക് മടങ്ങിപ്പോകാം സർ. ഇദ്ദേഹം പറഞ്ഞത് കേരള കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം സ്ഥാപനങ്ങളിൽ കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥാപനങ്ങൾ അവരുടെ കൈവശമുള്ള സ്ഥലം കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി കൃഷി ചെയ്യുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഇത്തരത്തിൽ ഈ കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആ ചെയ്യുന്ന കൃഷിയിൽ നിന്നും പരമാവധി ഉൽപ്പാദനം ലഭിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സങ്കര ഇനം വിത്തുകൾ നമുക്ക് അനുയോജ്യമായത് എവിടെ ലഭ്യമാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രാദേശികമായി സങ്കരവർഗം വിത്തുകളുടെ ലഭ്യത എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടത്. കാരണം സാധാരണ നല്ല അത്യുൽപാദന ശേഷിയുള്ള സാധാരണ ഇനങ്ങളുടെ വിത്തുകൾക്ക് പോലും മതിയായ രീതിയിൽ കർഷകർക്ക് ഇപ്പം കേരളത്തിൽ ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. കാരണം ഏതാണ്ട് 40% മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റും VFPCKയും സർവകലാശാലയും എല്ലാം തന്നെ കൂടിയുള്ള വിത്തുകൾ ഏതാണ്ട് 40% നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. 60% കമ്പനികളുടെയും കർഷകർ കൈമാറിയിട്ടും ഒക്കെ ഉള്ളതാണ്. അതിനിടയിലാണ് നമ്മുടെ ഈ സങ്കര വിത്തുകളുടെ വരവ്. ഈ സങ്കര വിത്തുകളുടെ വരവിനെ തുടർന്ന് നമുക്കറിയാം തൊഴിൽ ദിനങ്ങൾ കൂടുതൽ വേണ്ടി വരും. സാധാരണ രീതിയിലാണ് സങ്കര വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ പരിശീലനം വിത്തുൽപാദകർക്കും നൽകേണ്ടതുണ്ട്. മാത്രമല്ല തുടർച്ചയായിട്ട് ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും സങ്കര വിത്തുകളും നമുക്ക് കർഷകർക്ക് ലഭ്യമാക്കാം.
ഇപ്പോൾ പോളി ഹൗസുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ കക്കിരിയുടെ വിത്തുണ്ടാക്കുന്നത് അതൊരു നല്ലൊരു മാതൃകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മറ്റ് വിളകളിലും അനുവർത്തിക്കാൻ പറ്റും. അടുത്ത് ഒരു കർഷകൻ അങ്ങയുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് സബീഷ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ വടവന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിക്കൂ. ഞാൻ 20 സെന്റിൽ മുരിങ്ങ കൃഷി ചെയ്യാൻ പോവുകയാണ്. മുരിങ്ങ 20 സെന്റിൽ കറിവേപ്പിലും ചെയ്യാൻ പോവുകയാണേ. അപ്പൊ അതിന് മുരിങ്ങ ഓഫ് സീസണിൽ കായ്ക്കുന്ന ആ വെറൈറ്റി നമ്മുടെ തൃശ്ശൂരോ പാലക്കാടോ കിട്ടാൻ വഴിയുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ കറിവേപ്പില അത് കിട്ടാൻ വഴിയുണ്ടോ നന്നായിട്ട് വിളയുന്ന? മുരിങ്ങയുടെ കമ്പ് ആണ് സാധാരണ ഇനങ്ങളുടെ കമ്പാണ് നമ്മൾ അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. തൃശ്ശൂർ കാർഷിക സർവകലാശാലയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള പച്ചക്കറി വിഭാഗത്തിൽ നിന്നും മുരിങ്ങയുടെ കമ്പാണ് വിതരണം ചെയ്യുന്നത്. അത് കുറച്ച് മാത്രമേ കമ്പ് ലഭിക്കുള്ളൂ. അതേസമയം ഒരാണ്ടം മുരിങ്ങയുടെ വിത്ത്, ഒരാണ്ടം മുരിങ്ങയുടേതാണെങ്കിൽ വിത്ത് വഴിയാണ് പ്രചരണം നടത്തുന്നത്. അത് നമുക്ക് പല കേന്ദ്രങ്ങൾ വഴിയും KVKകൾ വഴിയൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ തൈ അത് നമുക്ക് വെള്ളാനിക്കരയിലുള്ള കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ എനിക്ക് തമിഴ്നാട് പോവുകയുണ്ടായി. എന്റെ ഒരു വേണ്ടപ്പെട്ട കൃഷി ഓഫീസർ വാസന്ത് മേഡം ആണ് കൂട്ടിട്ട് പോയത്. പെരിയകുളത്താ പോയത്. അവിടെ പോകുന്ന സാറിന് അവിടെ മുരിങ്ങ കൃഷി ഇഷ്ടത്തിലേറെ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത്ര ഈൽഡ് നമുക്ക് ഈ 3 മാസം കൊണ്ട് കായ്ക്കുന്നതാണോ ഈ കമ്പ് വെച്ചാൽ? അല്ല, കമ്പ് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് കായ്ക്കില്ല. അത് നമ്മുടെ പുരയിടത്തിലൊക്കെ പറ്റുന്ന വലിയതായിട്ട് വലിപ്പം വെച്ച് പോകുന്ന ഇനമാണ്. അതിൻ്റെ കമ്പ് എല്ലാ വർഷവും കോതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഒരാണ്ടം മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കൊല്ലം കൂടുമ്പം തന്നെ അത് കളഞ്ഞ് വീണ്ടും പുതുതായിട്ട് നടേണ്ടി വരും. അതെ, ചിരസ്ഥായിയായിട്ടുള്ള മുരിങ്ങ ഇനാണ് നമ്മൾ ഈ കമ്പ് വെച്ച് നടന്ന ഈ അനുപമ എന്നുള്ളൊക്കെ പേരിലുള്ള മുരിങ്ങ ഇനങ്ങളുണ്ട് സർവകലാശാല പുറത്തിറക്കിയത്. അപ്പോൾ അത് കമ്പ് വെട്ടി നടുന്ന രീതിയിലാണ് നമ്മൾ നടേണ്ടത്. മറ്റേത് ഒരാണ്ടം മുരിങ്ങയാണ്. തമിഴ്നാട്ടിലെ ഒരാണ്ടം മുരിങ്ങയുടെ കൃഷിയാണ് കൂടുതൽ. തമിഴ്നാട്ടിലെ കാലാവസ്ഥയെ അതിന് വളരെയധികം യോജിച്ചതാണ് സർ. അതായത് സാർ ഞാൻ ചോദിക്കുന്നത് ഒന്നുകൂടി ചോദിച്ചോട്ടെ. അതായത് ഈ മുരിങ്ങ അത് ഓഫ് സീസണിൽ കായ്ക്കണം സാർ. നമ്മളിപ്പോ മുരിങ്ങക്കായ് എല്ലായിടത്തും ഇല്ലാത്ത സമയത്ത് ഇവിടെ നല്ല 150 രൂപ 160 രൂപ വന്നിട്ടുണ്ട് സാർ. അന്നേരം നമുക്ക് ഇവിടെ പരിസരത്ത് അവിടെ മുരിങ്ങക്കായ് ഇല്ല. ആ സമയത്ത് കായ്ക്കുന്നതാണോ സാർ ഈ അനുപമ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് കമ്പ് കോതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ നമുക്ക് കായഫലം കിട്ടും. അനുപമയിൽ നിന്ന് കമ്പ് കോതി കൊടുക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കമ്പ് ഒരു വിളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പ് കോതാതെ അതിന് തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അങ്ങ് പുഷ്പിക്കാതെ പോവുകയും പിന്നെ ഒരു 8 മാസം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തതായിട്ട് പൂവിടുള്ളൂ. അപ്പോൾ ശരിക്ക് കമ്പ് കോതി കൊടുത്തു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ പൂവിടുകയും കായ്ക്കുകയും ചെയ്യും. അതെ, ഓക്കെ സാർ. ശരി സുബീഷ്, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. വളരെ നല്ലൊരു ചോദ്യം. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ധാരാളം ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് ലഭ്യമായ സ്ഥലത്ത് കൃഷി ചെയ്യണം. പ്രത്യേകിച്ചും അതിനൊരു ശാസ്ത്രീയത വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ വർഷത്തിലെല്ലാ സമയവും ഓഫ് സീസണിലും വിളവ് കിട്ടുന്ന അത്തരത്തിൽ ഉൽപാദനം കിട്ടുന്ന ഇനങ്ങളെക്കുറിച്ചൊക്കെ കർഷകർ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതെ, കാരണം കർഷകർക്ക് ആ ഓഫ് സീസണിലെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ 150 രൂപ വിപണിയിൽ നിന്നും വില ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സമയത്ത് കിട്ടുന്ന വിളകൾ കൃഷി ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവർക്ക് താല്പര്യം കൂടും. അത് അവരെ വിപണി നോക്കിയിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ബുദ്ധിയോടുകൂടിയിട്ടുള്ള കൃഷി രീതിയാണ് പിന്തുടരുന്നത്. ഇന്നിപ്പോൾ കാർഷിക മേഖലയിൽ വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സംരക്ഷിത കൃഷി, കൃത്യതാ കൃഷി, ഇത്തരം നൂതന കൃഷി രീതികൾ, അവയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ വലിയ വിപ്ലവമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ കർഷകർ. കൃഷി ഒരു വളരെ ലാഭകരമായ ഒരു ജീവിതമാർഗമാക്കി കണ്ടുകൊണ്ട് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. മറ്റെന്തെല്ലാം ചെയ്താലും ആ വിത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ചെയ്തതെല്ലാം വെറുതെയാവും. അപ്പോൾ അത്തരത്തിൽ ഈ പോളിഹൗസ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഇനങ്ങൾ, വിളകളും അവയ്ക്ക് അനുയോജ്യമായ ഇനങ്ങളും അവ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവയൊന്ന് പറഞ്ഞു കൊടുക്കാമോ? പോളിഹൗസ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരിശീലനം ആവശ്യമുണ്ട്. പോളിഹൗസ് കൃഷിയിലോട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നതിനേക്കാൾ മുന്നേ എല്ലാ ഇനങ്ങളും നമുക്ക് പോളിഹൗസിൽ കൃഷി ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പരാഗണമില്ലാതെ കായ പിടിക്കുന്ന ഇനങ്ങൾ അല്ലെങ്കിൽ സ്വയം പരാഗണം മൂലം കായ പിടിക്കുന്ന ഇനങ്ങൾ മാത്രമേ നമുക്ക് പോളി ഹൗസിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിലെ പോളി ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കക്കിരിയാണ്. ആ കക്കിരിയിലാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ നേരത്തെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനേക്കാൾ മുന്നേ തന്നെ ആ ഹൈബ്രിഡ് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. KPCH1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ കക്കിരി ഇനം പോളി ഹൗസിന് യോജിച്ചതാണ്. കാരണം പരാഗണമില്ലാതെ കായ വികസിക്കുന്നതാണ്. പിന്നീടുള്ളത് പ്രൈവറ്റ് കമ്പനികളുടെയാണ്, ഹിൽട്ടൺ, ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് സ്വയം പരാഗണം മൂലം കായ ഉണ്ടാകുന്നതാണ് പയർ. പക്ഷെ പയറിൽ സങ്കര ഇനം എന്നും പറഞ്ഞിട്ട് ഹൈബ്രിഡ് പയർ എന്ന് പറഞ്ഞ് പലതും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊന്നും ഹൈബ്രിഡ് അല്ല. അത് പലപ്പോഴും കർഷകരെ കബളിപ്പിക്കുന്നതാണ്. കാരണം പയറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ഗ്രീൻ ലോങ് എന്നൊക്കെ പറഞ്ഞ് പല ഇനങ്ങളുണ്ട്. കേരള കാർഷിക സർവകലാശാല പുറത്തിരിക്കുന്ന ഇപ്പോൾ വെള്ളായണി ഗീതിക എന്ന് പറഞ്ഞ ഇനം ഇപ്പോൾ പോളി ഹൗസിൽ മികച്ച പെർഫോമൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറ്റുന്നത് തക്കാളിയാണ്, കൊലകൊലയായിട്ടുണ്ടാകുന്ന തക്കാളി. പക്ഷേ കേരളത്തിലെ പോളി ഹൗസിൽ വാട്ടരോഗം വരുന്നതുകൊണ്ട് ബഡ് ചെയ്ത തൈകൾ വേണം തക്കാളി കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. പിന്നെ ക്യാപ്സിക്കം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നല്ല വിളവ് തരുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത്ര നല്ല വിളവ് തരുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ വാട്ടരോഗവും ക്യാപ്സിക്കത്തിന് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചീര കേരളത്തിന് മാത്രമായിട്ട് നമുക്ക് മഴക്കാലത്ത് പുറത്ത് ഇലപ്പൊട്ട് രോഗം വരുമ്പോൾ പോളി ഹൗസിൽ കുറച്ച് നിറം കുറയുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഗുണമുള്ള ചീര നമുക്ക് പോളി ഹൗസിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ബഡ് ചെയ്ത തൈകളെക്കുറിച്ച് സാർ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യുക? അത് കർഷകർക്ക് സ്വയം ചെയ്യാൻ കഴിയുമോ, അതോ ബഡ് ചെയ്ത തൈകൾ നമുക്ക് ലഭ്യമാണോ നമ്മുടെ വിപണിയിൽ? ബഡ് ചെയ്ത തൈകൾ ഇപ്പോൾ ലഭ്യത കുറവുണ്ട്. കാരണം ഇത് നിയന്ത്രിതമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. ഒരു ക്ലിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ മാവിൻ്റെയോ അല്ലെങ്കിൽ കശുമാവിൻ്റെയോ ഗ്രാഫ്റ്റ് തൈകൾ നടാനായിട്ട് നമ്മൾ പൊളിത്തീൻ നാടകളാണ് കൊണ്ട് വരിഞ്ഞ് കെട്ടുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ പച്ചക്കറിയുടെ തണ്ട് അതീവ ലോലമായതുകൊണ്ട് ഒരു ക്ലിപ്പ് വെച്ച് ആ ഒരു ജംഗ്ഷനിൽ ക്ലിപ്പ് ഇട്ട് അതിൻ്റെ ആ ജോയിൻ്റ് ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്ലിപ്പുകൾ ഇപ്പോൾ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് നമ്മുടെ തന്നെ നാടൻ തക്കാളി ഇനങ്ങളിൽ അല്ലെങ്കിൽ ചുണ്ട പോലെയുള്ള വഴുതനങ്ങ വർഗ്ഗങ്ങളിൽ ഈ തക്കാളിയുടെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കാം. ഇത് കുടുംബശ്രീകളോ അല്ലെങ്കിൽ കർഷക കൂട്ടായ്മകളോ വഴി ഇത്തരം ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ലൊരു വിപണി സാധ്യത കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു കൃഷി വകുപ്പ് തന്നെ അതുപോലെ ആത്മ പദ്ധതി മുഖാന്തരമൊക്കെ ഇത്തരം ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടുന്ന പരിശീലനങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ ഇത് കർഷകർക്ക് തന്നെ സ്വയം കർഷക ഗ്രൂപ്പുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഈ സാർ പറഞ്ഞതുപോലെ നാടൻ ഇനങ്ങളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുന്നത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. അങ്ങനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്? തക്കാളിയിൽ ചുണ്ടയുണ്ട്. അതേപോലെ നമ്മൾ വിൽട്ടിന് പ്രതിരോധ ശേഷിയുള്ള നമ്മുടെ നാടൻ സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള അനുഗ്രഹ, അത് റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈബ്രിഡുകളായിട്ടുള്ള ഇപ്പോൾ GS 600 ഉണ്ട്. പോളി ഹൗസിന് ഏറ്റവും യോജിച്ചതൊരു ഹൈബ്രിഡ് ഇനമാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് ഇതിലോട്ട് വെക്കാം. അതുപോലെ ഇപ്പോൾ സിയറ എന്ന് പറഞ്ഞ മുളക് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സർവകലാശാല പുറത്തിറക്കിയ ഉജ്ജ്വല എന്ന് പറഞ്ഞ മുളകിൻ്റെ റൂട്ട് സ്റ്റോക്കിലാണ്. അപ്പോൾ ഉജ്ജ്വലയുടെ വേരിന് സാധാരണ കേടുകളൊന്നും വരില്ല. അപ്പോൾ ആ വേര് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈബ്രിഡുകളുടെ ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും. സിയറ വളരെയധികം ഉൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഈ ഇത്തരത്തിൽ ചുണ്ട ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ചുണ്ട റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെയേറെ നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ നമുക്ക് ആ സയോണായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഹൈബ്രിഡ് വിത്തിനങ്ങൾ അത് എങ്ങനെയാണ് കിട്ടുക? നമുക്കിപ്പം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ധാരാളം കമ്പനികൾ ധാരാളം ഹൈബ്രിഡ്സ് ഇറക്കുന്നുണ്ട്. അതിലേതാണ് നല്ലത്? എങ്ങനെ ഇത് കർഷകന് കിട്ടും എന്നുള്ള ആ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു അത് ഡിപ്പാർട്ട്മെൻറ്റോ VFPCക്കോ മൊത്തത്തിൽ സോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പം കാബേജിൻ്റെ കാര്യത്തിൽ നാംദാരി സീഡ്സുമായിട്ട് ചേർന്നിട്ട് നേരിട്ടിട്ട് VFPCക്കയും ഡിപ്പാർട്ട്മെൻറ്റും തന്നെ ലക്ഷക്കണക്കിന് തൈകൾ ഉണ്ടാക്കിയിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുൽപാദനം കേരളത്തിൽ സാധ്യമല്ല. അപ്പോൾ അത്തരം NS45ൻ്റെയും 60യുടെയൊക്കെ വിത്തുകൾ കൊണ്ടുവന്ന് 5 ലക്ഷവും 10 ലക്ഷവും തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേ മാതൃകയിൽ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് കമ്പനികളായിട്ട് ഒരു MOU ഏർപ്പെട്ടുകൊണ്ട് നല്ല സീഡുകൾ വാങ്ങിച്ച് അതിൻ്റെ സയോൺ നമ്മൾ നേരിട്ട്
അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ നമുക്ക് കർഷകരെക്കാൾ വില കുറച്ച് ഇത് കമ്പനികളിൽ നിന്നും ലഭിക്കും. അതിൻ്റെ ഗുണം കർഷകർക്ക് കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ പിന്നെ മറ്റൊന്നുള്ളത്, ഈ വളരെ ചെറിയ അളവിൽ കൃഷി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇന്നൊരു പലർക്കും ഒരു വലിയൊരു ജീവിത രീതിയായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയാം. പണ്ട് കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ധാരാളം രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ബോധം ഇന്ന് ജനങ്ങൾക്കുണ്ട്. നമുക്ക് കഴിക്കാൻ വേണ്ടുന്ന ആഹാരം ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അത് നമ്മുടെ ചുമതലയാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പലരും ഈ പറഞ്ഞ തരത്തിൽ നമുക്കുള്ള ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ പരമാവധി ഉൽപ്പാദനം കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല വിത്തിനങ്ങൾ, അതിന് ഈ ഹൈബ്രിഡ് വിത്ത് ഇനങ്ങൾ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ച് കൃഷിഭവനുകളിലും ഒക്കെ തന്നെ വരാറുണ്ട്. അത് എങ്ങനെ നമുക്ക് അത്തരത്തിലൊരു മൈക്രോ ലെവലിലേക്ക് ഇതിൻ്റെ ഒരു ലഭ്യത? എനിക്ക് തോന്നുന്നു മൈക്രോ ലെവലിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സിഡി ഇനത്തിൽ തുക വകയിരുത്തുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ആ തുക ഇത്രയും ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കുന്നതിലേക്ക് മാറ്റി നല്ല ഗുണമേന്മയുള്ള തൈകൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സ്കീമുകളാണ് മൈക്രോ ലെവലിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റൊന്നുള്ളത്, ജൈവ കൃഷിയാണ് വീടുകളിലൊക്കെ തന്നെ കൃഷി ചെയ്യുമ്പോഴും പ്രോജക്റ്റുകളിലും അതുപോലെ കർഷക ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ജൈവ കൃഷി, അതുപോലെ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, നല്ല കാർഷിക മുറകൾ അങ്ങനെ പിന്തുടർന്ന് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഈ രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുകയോ പരമാവധി കുറച്ച് ഉപയോഗിക്കുകയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് സാധ്യമാണോ? ജൈവ കൃഷി സാധ്യമാണോ? പലർക്കും ഉള്ളൊരു ആശങ്ക അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാണ്. ജൈവ കൃഷി രീതിക്ക് ഏറ്റവും അനുയോജ്യം നാടൻ ഇനങ്ങളാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹൈബ്രിഡ് വിത്തുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംയോജിത പോഷണം മണ്ണിൽ ഉറപ്പുവരുത്തണം. സംയോജിത പോഷണം എന്ന് പറയുമ്പോൾ മണ്ണിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന പ്രധാന മൂലകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ കക്കിരിയുടെ കാര്യം എടുക്കാം. ഈ നമ്മുടെ ഹൈബ്രിഡ് കക്കിരി നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പൊട്ടാഷിൻ്റെ അളവ് മണ്ണിൽ നൈട്രജനേക്കാൾ കൂടുതൽ വേണം. സാധാരണ ജൈവ രീതിയിൽ നമ്മൾ കൂടുതൽ നൈട്രജൻ കൊടുക്കുകയും പൊട്ടാഷിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാഷ് ഇല്ലാതെ വരുമ്പോൾ പരാഗണമില്ലാതെ കായ വലിപ്പം വെക്കില്ല എന്ന് മാത്രമല്ല കായ വളഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സ്ഥിതി പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ജൈവ രീതി പിന്തുടരുന്നവർക്ക് വീട്ടിലെ ചാരം ഉപയോഗിക്കാം. പക്ഷേ വൻതോതിൽ നമ്മൾ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ സംയോജിത പോഷണം, പ്രത്യേകിച്ച് പൊട്ടാഷ്, ഫോസ്ഫറസ് നമ്മുടെ കേരളത്തിലെ മണ്ണിലുണ്ട്. നൈട്രജൻ നമ്മൾ പലപ്പോഴും ജൈവ രീതിയിൽ നന്നായി കൊടുക്കുന്നുണ്ട്. അതുപോലെ വളർച്ചാ ത്വരകങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊട്ടാഷിൻ്റെ അളവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സങ്കര ഇനങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടാഷിൻ്റെ അളവ് മണ്ണിൽ ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. സാധാരണഗതിയിൽ മണ്ണിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും പൊട്ടാഷ് ഒരു മീഡിയം ലെവലിലുണ്ട്, പക്ഷേ അത് ചെടിക്ക് എന്തുകൊണ്ടോ ലഭ്യമാകുന്നില്ല എന്നുള്ള തരത്തിലാണല്ലോ അത് വരുന്നത്. ഈ PGPR1 പോലെയുള്ള നൈട്രജൻ പൊട്ടാസ്യം മൊബിലൈസിങ് ബാക്ടീരിയ ഉൾപ്പെടുന്ന വളർച്ചാ ത്വരിതകങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ജൈവകൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ചാൽ സാർ ഈ പറഞ്ഞ ആ ഒരു പ്രശ്നം നമുക്ക് മറികടക്കാൻ കഴിയില്ലേ? അത് ഒരു പരിധിവരെ മാത്രമേ പറ്റുള്ളൂ. കാരണം മണ്ണിലെ പൊട്ടാസ്യത്തിനെ കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾക്ക് കഴിയുള്ളൂ. നിലവിലുള്ള പൊട്ടാഷിനെ ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിന് പുറത്തു നിന്നും ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ ഉണ്ടാക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്നും പൊട്ടാഷ് ഉണ്ടാക്കാൻ ഈ സൂക്ഷ്മാണുക്കൾക്ക് സാധ്യമല്ല. അപ്പോൾ പൊട്ടാഷ് നമുക്ക് പുറത്തു നിന്നും അതിന് ഇപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് പോലെയുള്ള ജൈവ രീതിയിൽ അനുവർത്തിക്കാൻ പറ്റുന്ന വളങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അത്തരം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് പോലെയുള്ള മൂലകങ്ങൾ അത്തരം വളങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതിനെ സംബന്ധിച്ച് ഈ സങ്കരവിത്തുകൾ കൃഷി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ കൂടുതൽ വില നൽകി വിത്ത് വാങ്ങിച്ച് അവർക്ക് അതിനുള്ള വിള കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വരും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ജൈവകൃഷി രീതിയിൽ തന്നെ ഈ പറഞ്ഞ തരത്തിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ ഉൾപ്പെടുന്ന PGPR1 പോലെയുള്ള നമ്മുടെ പുതിയ ജൈവകൃഷി സങ്കേതങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം ജൈവകൃഷിയിൽ അനുവർത്തിക്കാൻ അനുവദനീയമായ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, സൂക്ഷ്മ മൂലകങ്ങൾ ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തുക. പിന്നെ മറ്റ് നമ്മുടെ വീട്ടിലെ തന്നെ മാലിന്യങ്ങൾ ജൈവമാലിന്യം കമ്പോസ്റ്റ് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് എല്ലാ ചെടികൾക്കും അതിന് സങ്കരനെന്നോ നാടനെന്നോ വ്യത്യാസമില്ല. നല്ല രീതിയിൽ ഇത് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യമാണ്. അതിനൊരു കൃത്യമായ ഒരു പാക്കേജ് വേണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതൊരു വലിയ സംശയമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുമ്പോൾ, സ്ഥാപനങ്ങളിൽ കൃഷി ചെയ്യുമ്പോഴും മറ്റും എന്താ പറയുക, ഈ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ആ സ്ഥാപനത്തിലുള്ള ജീവനക്കാർക്ക് സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പിന്തുടരുന്നത് നല്ല കൃഷിമുറകളാണ്. അവിടെയുമൊക്കെ തന്നെ നമ്മൾ ഏറ്റവും നല്ല വിത്തിനങ്ങൾ ഉപയോഗിക്കുകയും എന്നാൽ അതിന് വേണ്ട മൂലകങ്ങൾ ലഭ്യമാക്കാൻ കഴിയാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള ആ ഒരു ചോദ്യത്തിനെ കുറിച്ചാണ്. നമ്മുടെ കേരള കാർഷിക സർവകലാശാല എന്തെല്ലാം സങ്കര ഇനങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്? നമ്മൾ ഏറ്റവും ആദ്യം ഇറക്കിയിരിക്കുന്നത് വഴുതനങ്ങയിലെ നീലിമയായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ കർഷകർ സ്വീകരിച്ചതിനാണ്. അതിനുശേഷമാണ് ഈ കുരുവില്ലാത്ത തണ്ണിമത്തനിൽ മഞ്ഞക്കാമ്പുള്ള സ്വർണ്ണയും ചുവന്ന കാമ്പുള്ള ശോണിമയും. അത് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോഴും വേണ്ട രീതിയിൽ കർഷകരുടെ ഇടയിൽ എത്തിയിട്ടില്ല. കാരണം ചെറിയ രീതിയിൽ മാത്രമേ വിത്തുൽപാദനം നടക്കുന്നുള്ളൂ. അതിനുശേഷം വന്നത് കക്കിരിയിൽ നമ്മൾ 3 തരം ഹൈബ്രിഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള കായുള്ള ഹീര, വെള്ള നിറത്തിലുള്ളത് ശുഭ്ര. ഇത് രണ്ടും പുറത്തിറക്കിയ ഹൈബ്രിഡുകളാണ്. അത് മഴമറയിലും പുറത്തും കൃഷി. ഒരു കർഷകൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് പരവൂരുന്നാ ശ്രീദേവിയ. ശ്രീദേവി പറഞ്ഞോളൂ, വിളിച്ചതിൽ സന്തോഷം. എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ഒരു തെങ്ങൻ തൈ 5 വർഷം ചോദിച്ചോളൂ. 5 വർഷം ആയപ്പോ എന്റെ ഒരു തെങ്ങൻ തൈ കായ്ച്ച് അതില് പൂക്കൊല വന്നിട്ട് പൂക്കൊല വരുന്ന ഒരൊറ്റ കാ പോലും ശരി വെള്ളയ്ക്ക ആവുന്നില്ല. ഓ, അത് ശരി. ചോദിച്ചോളൂ. ടിവിയുടെ അടുത്ത് നിന്ന് ഒരല്പം മാറി നിന്നിട്ട് ചോദിച്ചു. ഞാൻ അതിന് എന്ത് ചെയ്യണം? ഇത് പച്ചക്കറിയായിട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും നമ്മുടെ ഈ പലപ്പോഴും തെങ്ങിൻ തൈ വാങ്ങി വെക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണിത്. അതിപ്പോൾ മിക്കവാറും അത് പൊട്ടാഷ്യൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അഭാവം അതായിരിക്കും കാരണം. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷ്യം വെണ്ണീരിടുന്നുണ്ടോ അവിടെ? ഹലോ, വെണ്ണീരിട്ടിരുന്നു എന്നുള്ളൊരു. ശ്രീദേവി പറഞ്ഞോളൂ, വെണ്ണീർ ഉപയോഗിക്കുന്നുണ്ടോ? കോള് കട്ടായി പോയി എന്ന് തോന്നുന്നു. പലപ്പോഴും ഈ തെങ്ങിൻ്റെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ സൂക്ഷ്മമൂലകളുടെ മാത്രമല്ല, കൂടുതൽ അളവിൽ വേണ്ടി വരുന്ന പൊട്ടാസ്യത്തിൻ്റെ കുറവ് പലപ്പോഴും തെങ്ങിൻ്റെ. സാർ മറുപടി പറഞ്ഞോളൂ, അപ്പോൾ അവർ കേട്ടോളും കോള് കട്ടായെങ്കിലും. മഗ്നീഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ പൊട്ടാഷ്യത്തിൻ്റെയും, അതായത് ക്ഷാരം എന്ന് പറയും, ഇതിൻ്റെയും ഒരു അളവ് ഒരു ചിരട്ട വീതമെങ്കിലും ഇപ്പം വളവിടാൻ പറ്റിയ സമയമാണ്. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നുകൂടി ഒരു ചിരട്ട വീതം കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക നമുക്ക്. ഏതായാലും ശ്രീദേവി മറുപടി കേട്ടിട്ടുണ്ടാവും. നല്ല രീതിക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ. മൂലകങ്ങളിൽ ആഹാരത്തിൽ കുറവ് വരാതെ വേണ്ടുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും തിരിച്ച് പോളിഹൗസ് കൃഷിയിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ധാരാളം കർഷകർ ഇന്നിപ്പോൾ കാത്തിരിക്കുന്ന ഒന്നാണ് അതിനെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ചെയ്താൽ വിജയിക്കുമോ? ഈ പോളിഹൗസുകളിൽ വരുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് അതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ്, പരാഗണത്തിന് വരുന്ന കുറവ് എന്ന് പറയുന്നത്. പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ, സങ്കരവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകമായി പരാഗണം കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പ്രത്യേക രീതികൾ പിന്തുടരേണ്ടതായിട്ടുണ്ടോ? സാധാരണ തേനീച്ച പെട്ടികൾ വെക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് വെള്ളരി വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ചിലരൊക്കെ പിന്തുടരുന്നുണ്ട്. അത് നല്ല ഒരു മാതൃകയാണ്. അതുപോലെ ബംബിൾ ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകുമെങ്കിൽ ഈ ബംബിൾ ബീ താരതമ്യേന മടിയനാണ്. അപ്പോൾ കുറച്ചുകൂടി സമയം ചെലവഴിച്ച് നല്ല രീതിയിൽ പരാഗണം നടത്തും. അത് തക്കാളിയിൽ പോളിഹൗസിൽ തക്കാളി കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നത് അതിൻ്റെ സ്റ്റിഗ്മ ചെറിയ മുകളിലോട്ട് വരികയും പരാഗണം നടക്കാതെ കായ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ പൂമ്പൊടിയുടെ വിതരണം കൃത്യമാക്കാനായിട്ട് പലപ്പോഴും വികസിത രാജ്യങ്ങളിൽ അവർ വൈബ്രേറ്റർ ഉപയോഗിച്ച് ചെടി ഇളക്കി കൊടുക്കും ഇടക്കിടക്ക്. ആ രീതിയാണ് നമ്മുടെ പോളിഹൗസുകളിൽ, ആധുനിക പോളിഹൗസുകളിൽ അവർ ചെയ്യുന്നത്. ഇവിടെ ചില കർഷകരൊക്കെ ഹൈദരാബാദിലും പൂനെയിലൊക്കെ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ബംബിൾ ബീസും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും നല്ലത് ജനിതകപരമായിട്ട് ഗുണമേന്മയുള്ള വിത്തുകൾ. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കക്കിരിയിലുള്ള പ്രത്യേക ഇനങ്ങൾ, ഇപ്പോൾ തക്കാളിയിലും അങ്ങനെ അത്തരം ഇനങ്ങൾ നമ്മൾക്ക് പുറത്തിറക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്.
അത് മുളകിൽ സാധ്യമാണ്. ഇപ്പോൾ സിയറ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ മുളക് വളരെ നല്ല രീതിയിൽ പോളി ഹൗസിൽ, ഇപ്പോൾ തൃശ്ശൂർ താന്യത്തുള്ള ഒരു കർഷകൻ വളരെ നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാഫ്റ്റ് തൈ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതും സാധ്യമാണ്. പക്ഷേ ഗുണമേന്മ, വിത്തിൻ്റെ ഗുണമേന്മയാണ്. പോളി ഹൗസ് കൃഷിയിൽ സാധാരണ ഇനങ്ങൾ ഒരിക്കലും നല്ല രീതിയിലുള്ള വിളവ് കിട്ടില്ല പോളി ഹൗസിൽ. അപ്പോൾ സങ്കര ഇനം വിളകളും അതിന് യോജിച്ച വിത്തിനങ്ങളും തന്നെ പോളി ഹൗസിൽ കൃഷി ചെയ്യാം. നമുക്കൊരു കർഷകൻ കാത്തു നിൽക്കുകയാണ്. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് തോമസ്. ഞാൻ കർണാടക സ്റ്റേറ്റ് കാർവാറിൽ നിന്നാണ് വിളിക്കുന്നത്. കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ ശരിയായ വീട് കോട്ടയം. ശരി, പറഞ്ഞോളൂ തോമസ്. ഞാനിപ്പോ ഇതിന്റെ മറ്റേ ഇതിപ്പോ കണ്ടോണ്ടിരിക്കണം ഞാൻ ഇതിനെപ്പറ്റി. ശരി. അപ്പൊ ശങ്കര അവനെ ഈ പച്ചക്കറിയെ പറ്റിയുള്ള കേട്ടോണ്ടിരിക്കണം. അപ്പൊ അതിന്റെ അകത്ത് ബഡ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞായിരുന്നു, ചെടികൾ. അപ്പൊ അത് ബഡ് ചെയ്യുന്ന പച്ചക്കറികൾക്ക് എന്താ ക്ലിപ്പിട്ടാണ് ബഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് എങ്ങനെയുള്ള ക്ലിപ്പാണ്, ഏത് രീതിയിലുള്ള ക്ലിപ്പാണ്, എവിടെയാ കിട്ടുന്നത് എന്നും അറിയണമായിരുന്നു എനിക്കത്. എനിക്കതിനെപ്പറ്റി യാതൊരു ഐഡിയകളും ഇല്ല. ഇത് പ്രൈവറ്റ് കമ്പനിക്കാർ, ഇപ്പോൾ ജെയിൻ ഇറിഗേഷൻ, മാഹിക്കോ, ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് കമ്പനികൾ, ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഇതിനു വേണ്ടി ഗ്രാഫ്റ്റ് ക്ലിപ്പ് എന്നുള്ള പേരിൽ തന്നെ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഒരു ക്ലിപ്പിന് അവർ 2 രൂപ മുതൽ 5 രൂപ വരെ അതിന്റെ ഗുണമേന്മ അനുസരിച്ച് മാറും. അപ്പോൾ അത്തരം ക്ലിപ്പുകൾ വളരെ ചെറിയൊരു സാങ്കേതിക വിദ്യയാണത്. അത് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ കിട്ടും. അതേപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്തുള്ള ഇതിൽ നഴ്സറിക്കാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ ലഭിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കർണാടകത്തിൽ എവിടെയൊക്കെയാണ് ഈ ക്ലിപ്പിന്റെ ലഭ്യത എന്ന് അറിയാൻ പറ്റും. തോമസ്, ഉത്തരം വ്യക്തമായല്ലോ. വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇതുപോലെ ഇപ്പോൾ അതൊരു പുതിയ ടെക്നോളജി കർഷകർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. തക്കാളിയുടെ കൃഷിയെക്കുറിച്ച് സാർ പറഞ്ഞു. അത് 6 മാസം വരെ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന വളരെ പൊക്കത്തിൽ വളരുന്ന ചില ഇനങ്ങൾ, ഹൈബ്രിഡ് ഇനങ്ങൾ പോളി ഹൗസുകളിൽ വളർത്താൻ കഴിയുന്നത്. അത് നമ്മൾ ആ മണ്ണിൻ്റെ പുളിരസം കറക്റ്റ് ചെയ്തും അതിനനുസരിച്ചുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്തും കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ലാഭം തരുന്ന ഒരു കൃഷി തന്നെയാണ് അല്ലേ? അപ്പോൾ അതിനെന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിന് പടർത്തുന്നതിനൊക്കെ ചില പ്രത്യേക രീതികളുണ്ടോ? അതെ അതെ അതെ. ഇപ്പോൾ പോളി ഹൗസിൽ നമ്മൾ ഏത് വിള കൃഷി ചെയ്യുമ്പോഴും അത് പൊക്കത്തിലാണ് വളർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഫ്ലോറിക്കൾച്ചർ നെറ്റ് എന്നുള്ള രീതിയിൽ ഏതാണ്ട് 6 മീറ്ററോളം പൊക്കത്തിൽ നെറ്റ് വലിച്ചു കെട്ടി അതിലോട്ടാണ് നമ്മൾ തക്കാളിയെ വളർത്തി വിടുന്നത്. അതുപോലെ തന്നെ തക്കാളിയിലെ ശാഖകൾ, അത് താഴെ മുതൽ വരുന്ന ശാഖകൾ വെട്ടിമാറ്റുകയും ഏതാണ്ട് 1 മീറ്റർ പൊക്കത്തിന് ശേഷം മാത്രം ശാഖകളെ അനുവദിക്കാനും പാടുള്ളൂ. താഴെ മുതൽ തന്നെ ശാഖകളെ അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ തണലായിട്ട് പിന്നീട് ഇല കൂടുകയും കായ കുറയുകയും ചെയ്യും. പിന്നെ ഇതിനായിട്ടുള്ള ഇനങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അനുഗ്രഹയോ മുക്തിയോ ശക്തിയോ ഒന്നും തന്നെ ഇതിന് പറ്റില്ല. അപ്പോൾ അത് നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ GS 600, ലക്ഷ്മി, ഇതൊക്കെ ഇതിന് പറ്റിയ ഇനങ്ങളാണ്. പിന്നെ വളരെ കുറച്ച് ചെറിയ തക്കാളി, കൊലകളായിട്ടുണ്ടാകുന്ന ചെറിയ തക്കാളി എന്ന് പറയുന്നത്, അതിപ്പോൾ വിപണിയിൽ കൂടി വരുന്നുണ്ട്. ചില പിസകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ തക്കാളികൾ. അപ്പോൾ അതും ഈ ബഡ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റും. കേരളത്തിൽ പ്രത്യേകിച്ച് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഓഫ് സീസൺ ആയിട്ടുള്ള സമയം നമ്മുടെ മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് തക്കാളി കൃഷി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ നല്ല വില ലഭിക്കും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ തരത്തിൽ ഉയരത്തിലേക്ക് വളരുന്ന ഇനങ്ങളാകുമ്പോൾ കൂടുതൽ കാലം നമുക്ക് വിളവ് തരികയും ചെയ്യും. പക്ഷെ ഇവിടെ കേരളത്തിൽ നമ്മൾ ശരിക്കും ആ വലിയ തക്കാളിയല്ലേ ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ വലിയ തക്കാളി കിട്ടുന്ന ഇനം ഇത്തരത്തിൽ കൊലകൊലയായിട്ട് കായ്ക്കുന്ന ഇനങ്ങൾ, അങ്ങനെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? GS 600 വലിയ തക്കാളിയായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് ഈ പറഞ്ഞ ഗ്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബഡഡ് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോൾ നിലവിൽ കേരളത്തിൽ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ചില പോളി ഹൗസുകളിൽ കർഷകരത് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പുറത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. പോളി ഹൗസിനകത്ത് ഇത് കാരണം നല്ല ഉയരത്തിൽ പോകുന്നതുകൊണ്ട് ചില പോളി ഹൗസുകളിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ പുളിരസവും ക്രമപ്പെടുത്തുകയും ബഡ് തൈകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്താലേ നമുക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അതൊരു പുതിയ പ്രതീക്ഷയാണ്. കാരണം പലപ്പോഴും പോളി ഹൗസുകളിൽ തക്കാളി ചെയ്തിട്ട് ഈ പറഞ്ഞ വാട്ടരോഗം വന്നിട്ട് പരാജയപ്പെട്ട് പിന്നീട് തൈ ഉൽപ്പാദനം മാത്രമായി ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും വിജയകരമായി ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു വലിയ പ്രതീക്ഷ തരുന്ന കാര്യം തന്നെയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയുടെ ഉൽപ്പാദനം ഇപ്പോഴും നമുക്ക് വേണ്ടിടത്തോളം എത്തിയിട്ടില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മളിപ്പോൾ പിന്തുടരുന്ന ജൈവ കൃഷി രീതിക്ക് അല്ലെങ്കിൽ നല്ല കാർഷിക മുറകൾ പിന്തുടർന്ന് കൃഷി ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ സങ്കരവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെയേറെ വിളവ് കൂട്ടാൻ നമുക്ക് കഴിയും. എത്ര മടങ്ങ് കഴിയും? നമുക്ക് സാധാരണ ഇനങ്ങളിൽ ഒരു സങ്കര ഇനം പുറത്തിറങ്ങുമ്പോൾ 50% നിലവിലുള്ള വിളവിൻ്റെ 50% നമ്മൾ വിളവ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും എങ്കിൽ മാത്രമേ സങ്കര ഇനം ആ വിത്ത് ഉണ്ടാക്കുന്ന ചിലവുമായിട്ട് നോക്കുമ്പോൾ പൊരുത്തപ്പെടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഇനത്തിൽ നിന്നും 20 ടൺ ലഭിക്കുമ്പോൾ 30 ടൺ മിനിമം. ഇപ്പോൾ പാവക്കയാണെന്നുണ്ടെങ്കിൽ മായ, മൊണോലിസ തുടങ്ങിയ ഇപ്പോൾ പ്രചരിക്കുന്ന സങ്കര ഇനങ്ങൾക്ക് 40 ടൺ വരെ വിളവ്. അതേസമയം സാധാരണ ഇനങ്ങൾക്ക് 20-25 ടൺ ഒരു ഹെക്ടറിൽ നിന്ന്. അത് ഈ പറഞ്ഞ നല്ല കൃഷിമുറകളിലൂടെ തന്നെ അത്രത്തോളം വിളവ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ കർഷകർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർഷകർക്ക് കൃഷി സാങ്കേതിക വിദ്യകൾ കേരള കാർഷിക സർവകലാശാലയും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും അതോടൊപ്പം കേരള സർക്കാരും കൃഷി വകുപ്പ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നൂതന സങ്കര ഇനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല കൃഷിമുറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമുക്ക് ലഭ്യമായ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇന്നത്തെ ഈ കൃഷിദർശൻ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായ വിവരങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ പങ്കുവച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി വന്ന ഡോക്ടർ പ്രദീപ് കുമാർ കെ, കേരള കാർഷിക സർവകലാശാല പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രദീപ് സാറിന് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സാറിനെ വിളിക്കാം, നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. സാറിനെ വിളിക്കേണ്ട സാറിൻ്റെ അഡ്രസ് ഡോക്ടർ പ്രദീപ് കുമാർ ടി, ഡയറക്ടർ പ്ലാനിംഗ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശ്ശൂർ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447300743. നമ്പർ വീണ്ടും 9447300743. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। CIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। സ്വാഗതം. പ്രധാന വാർത്തകൾ. പാൽ പരിശോധനാ ലബോറട്ടറി ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. $63 ലക്ഷം കുടുംബങ്ങളെ ഓണപ്പച്ചക്കറി കൃഷിയിൽ പങ്കാളികളാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി പാലക്കാട് മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ ആരംഭിക്കുന്ന പാൽ പരിശോധന ലബോറട്ടറിയുടെ ഉദ്ഘാടനം മീനാക്ഷിപുരം വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം തയ്യാറാക്കിയ വേദിയിൽ MLA കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ വനം, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ചെക്ക് പോസ്റ്റുകളിലൂടെ നമ്മുടെ വിപണിയിലേക്ക് വരുന്ന പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നതാണ് പാൽ പരിശോധന ലബോറട്ടറികളിലൂടെ ലക്ഷ്യമിടുന്നത്. വരുന്ന ഓണക്കാലത്ത് സംസ്ഥാനത്തെ 63 ലക്ഷം കുടുംബങ്ങളെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ബൃഹത് പദ്ധതിക്ക് കൃഷിവകുപ്പ് അന്തിമ തീരുമാനം നൽകി. വീട്ടുവളപ്പിലെ കൃഷിക്ക് ആവശ്യമായ വിത്ത് പാക്കറ്റുകൾ, പച്ചക്കറി തൈ നട്ട ഗ്രോ ബാഗുകൾ എന്നിവ കൃഷിവകുപ്പ് നൽകും. വീട്ടുവളപ്പിലെ കൃഷിക്കായി സ്കൂൾ വിദ്യാർത്ഥികൾ മുഖേനയും കർഷകർ മുഖേനയും വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ അടങ്ങിയ 40 ലക്ഷം പാക്കറ്റുകളും മാധ്യമങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവ മുഖേന 17 ലക്ഷം പാക്കറ്റുകളും വിതരണം ചെയ്യും. കൂടാതെ 45 ലക്ഷം പച്ചക്കറി തൈകളും വിതരണം ചെയ്യും. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി സംസ്ഥാനത്തിന്റെ ഭാഗമായി
1000 ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുന്ന 100 പുതിയ എ ഗ്രേഡ് ക്ലസ്റ്ററുകൾക്ക് 630 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററുകൾക്ക് പുറമെ വ്യക്തിഗത സഹായവും ലഭ്യമാകും. സഹായധനം ഹെക്ടറിന് 15,000 രൂപ എന്ന നിരക്കിൽ പരിമിതപ്പെടുത്തും. തിരുവനന്തപുരം പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കൃഷിഭവനുകളായ പെരുങ്കടവിള, കൊല്ലയിൽ, കുന്നത്തുകാൽ, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, പെരുമ്പഴുതൂർ, ആര്യങ്കോട് എന്നിവിടങ്ങളിലെ കർഷകർക്കായി ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നൽകുന്ന അറിയിപ്പ്. 1 ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ, തൊഴിൽദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ അവരുടെ ആധാർ നമ്പർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് ഉടൻ തന്നെ കൃഷിഭവനുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ കരനെൽ കൃഷിക്ക് ഉമ ഇനം നെൽവിത്ത് കൃഷിഭവനുകളിലൂടെ നൽകി വരുന്നു. കർഷകർ പാസ്ബുക്കിന്റെയും കരം തീർത്ത രസീതിന്റെയും പകർപ്പുമായി അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കണം. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 19 മുതൽ 20 വരെ ആട് വളർത്തൽ, 22 മുതൽ 23 വരെ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412-732-918. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി മീറ്റ് ടെക്നോളജി യൂണിറ്റിൽ VHSC പാസ്സായവരിൽ നിന്നും മീറ്റ് പ്രോസസിംഗ് കം പ്ലാന്റ് ഓപ്പറേഷൻ, ഹോൾസം മീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് മീറ്റ് പ്രോസസിംഗ്, മീറ്റ് പ്ലാന്റ് ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് എന്നീ സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടികൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8318600956. മറ്റൊരു ഫോൺ നമ്പർ 9895213500. വർഷക്കാലത്ത് നടാൻ യോജിച്ച പച്ചക്കറി വിളകളാണ് മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട എന്നിവ. പച്ചക്കറികൾ നടാനുള്ള കുഴികളെടുത്ത് കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്ത് ഇടേണ്ടതും തൈ നടേണ്ടതും. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. 1 സെന്റിന് 2.5 കിലോഗ്രാം കുമ്മായവും 100 കിലോഗ്രാം ജൈവവളവും വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, പച്ചില, വിവിധതരം പിണ്ണാക്കുകൾ, എല്ലുപൊടി, ചാരം തുടങ്ങിയവയും ഉപയോഗിക്കാം. വാഴ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ചാലുകൾ കീറി നീർവാർച്ചയ്ക്കുള്ള സൗകര്യമുണ്ടാക്കണം. ഇതുമൂലം ഒരു പരിധിവരെ വാഴ മഞ്ഞളിക്കുന്നത് തടയാൻ കഴിയും. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തി കൂട്ടണം. ഇപ്പോൾ വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 2% സ്യൂഡോമോണസ് അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഒന്നിടവിട്ട് മാറി മാറി പ്രയോഗിക്കാം. മഴക്കാലത്ത് മഴക്കുഴികൾ കുമിൾനാശിനികൾ തളിക്കുമ്പോൾ സാന്റോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിൽ എന്ന തോതിൽ കൂട്ടിച്ചേർത്തിരിക്കണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,700 രൂപ, കോഴിക്കോട് 14,500, തൃശൂർ 12,600. കൊപ്ര കൊച്ചി 8,540, കോഴിക്കോട് 9,200, തൃശൂർ 8,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 48,900, ഗാർബിൾഡ് 50,900 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ. ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,400 രൂപ. മഞ്ഞൾ ഈറോഡിൽ 8,700 രൂപ. അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 12,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 12,700 രൂപ, കൊപ്ര 8,540, പിണ്ണാക്ക് എക്സ്പെല് 2,200, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 48,900, കുരുമുളക് ഗാർബിൾഡ് 50,900 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ. ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ.
ജാതിക്കാത്തൊണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 170 രൂപ വരെ. ജാതിക്കാത്തൊണ്ടില്ലാത്തത് 300 മുതൽ 340 വരെ. ജാതിപത്രി 450 മുതൽ 550 രൂപ വരെ. ഗ്രാമ്പു 670 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200. ഒട്ടുപാൽ 8,000. ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. വിദേശ കുരുമുളകിന്റെ വരവ് വീണ്ടും വിപണിയെ പിരിമുറുക്കത്തിലാക്കി. ടെർമിനൽ മാർക്കറ്റിൽ പ്രതിദിനം 25 ടൺ മുളകിന്റെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആഭ്യന്തര ആവശ്യം ചുരുങ്ങിയത് മൂലം പുതിയ കുരുമുളക് കിലോ 474 രൂപയായി താഴ്ന്നു. വിദേശ വ്യാപാര രംഗം തളർച്ചയിലാണ്. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും റബ്ബറിൽ താൽപര്യം കാണിച്ചതോടെ ലാറ്റക്സ് വില അല്പം മെച്ചപ്പെട്ടു. അതേസമയം വിപണിയിലെ മാന്ദ്യം മൂലം വലിയൊരു വിഭാഗം കർഷകർ ഇനിയും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. STCയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 9,439 കിലോഗ്രാമിന്റെ കൈമാറ്റം നടന്നു. വലിപ്പം കൂടിയ ഇനങ്ങൾ 1,163 രൂപയിലും ശരാശരി ഇനങ്ങൾ 961 രൂപയിലുമാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ വ്യതിയാനമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 26.4. കൊച്ചി 32.6, 25.5. ആലപ്പുഴ 32.8, 24.6. പുനലൂർ 33, 25. തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.